ഗൈസ്, അസ്സലാമലൈക്കും. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു അടിപൊളി ചിക്കൻ മസാലയാണ്. അതിനായിട്ട് കുനുകുനാന്ന് എടുത്ത സവാള, പിന്നെ തക്കാളി, റിൻസ് ആയതിനെടുത്ത ചില്ലി, ജിഞ്ചർ ഗാർലിക് ചതച്ചത്, പിന്നെ നല്ല ഫ്രഷ് കറിവേപ്പില. ഇതാണ് ട്യൂണ ചങ്ക്സ്. ഇതിലത്തെ ഓയിൽ കളഞ്ഞിട്ട് വേണം നമ്മൾ ഇനി നമുക്ക് ഇതിലത്തെ ഓയിലൊക്കെ കളഞ്ഞെടുക്കാം. അതിന് ശേഷമായിട്ട് ഒന്നും കൂടി ഒന്ന് കൊത്തി അരിഞ്ഞെടുത്തതിന് ശേഷം അടുപ്പത്തൊരു പാന് ചൂടാക്കാൻ വെക്കാം. അതിലേക്ക് കോക്കനട്ട് ഓയിൽ 3 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കറിവേപ്പില, റിൻസായ അരിഞ്ഞെടുത്ത ചില്ലി ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. ജിഞ്ചർ ഗാർലിക് ചതച്ചെടുത്തതാണ് കേട്ടോ ഗൈസ്, പേസ്റ്റ് അല്ല. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് മൂത്ത് വരുമ്പോഴത്തുള്ള മണം കേട്ടാൽ നല്ല മണം കേട്ടോ. അതിനുശേഷം കുനുകുനാന്ന് അരിഞ്ഞെടുത്ത സവാള ആഡ് ചെയ്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് മൂത്ത് വന്നോട്ടെ. അങ്ങനെ നമ്മുടെ സവാള നന്നായി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അതിനുശേഷം മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം വഴറ്റിയെടുക്കാം. പച്ചമണം മാറി വരുമ്പോൾ കൊറിയാണ്ടർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ചില്ലി പൗഡർ 1 ടീസ്പൂൺ, മീറ്റ് മസാല പൗഡർ 1.5 ടീസ്പൂൺ. അതിനുശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കേ. പച്ചമണം മാറുന്ന വരെയും വഴറ്റിയെടുക്കാം. അതിനുശേഷം സവാളൊക്കെ ഒന്ന് നീക്കി വെച്ചതിന് ശേഷം ടൊമാറ്റോ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ചേർത്ത് കൊടുക്കാം. ആ മസാല ഒന്ന് ടൊമാറ്റോനെ മൂടി കൊടുക്കാം. പെട്ടെന്നൊന്ന് വെന്ത് കിട്ടാനാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. ഇത് നന്നായിട്ട് വെന്ത് കിട്ടുമ്പോൾ ഇതിലേക്കൊരു നല്ല സ്പെഷ്യൽ ഐറ്റമാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. നല്ല തിക്കായിട്ടുള്ള കോക്കനട്ട് മിൽക്ക് 2 ടീസ്പൂണാണ് ഇതിലേക്ക് ചേർക്കേണ്ടത്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണേ. അതിനുശേഷം ഒരു 2-3 മിനിറ്റ് മൂടി വെക്കാം. മൂടി വെച്ചതിന് ശേഷം തുറക്കുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ അതിന് വരാം. അടിപൊളിയാണ്. അതിനുശേഷം ട്യൂണ ഫിഷ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വഴറ്റി കൊടുക്കാം. വായിന്ന് വെള്ളം വരുന്നുണ്ട് കേട്ടോ ഗൈസ്. ഇതിൻ്റെ മണം കേൾക്കുമ്പോൾ നല്ല സൂപ്പറാണ്. ഇതിലേക്ക് ആവശ്യമായുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ നേരത്തെ ഇത് ആഡ് ചെയ്യാൻ മറന്നുപോയതാണ് കേട്ടോ. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണേ. അടുത്തതായി കുറച്ച് മസാല പൗഡറാണ് കേട്ടോ. അങ്ങനെ നമ്മളുടെ അടിപൊളിയായിട്ടുള്ള ട്യൂണ ചങ്ക്സ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി നിങ്ങൾ എന്തായാലും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അസ്സലാമു അലൈക്കും.